എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 12, 13, 14 എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇവിടെ കംസൻ വല്ലാതെ വിഷണ്ണനായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ നാരദൻ ചോദിക്കുന്നതാണ് സന്ദർഭം. അടുത്തൊരു ശ്ലോകത്തിലും അത് തന്നെയാണ് പറയണത്. അതിനുശേഷം പതുക്കെ കംസൻ്റെ മറുപടിയാണ് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 12ാമത്തെ ശ്ലോകം നോക്കാം. ആകർണയിതുമിച്ഛാമി ഗോപനീയം ന ചേദിദം യദി തത് പ്രതികർത്തവ്യം കരിഷ്യാമഃ പ്രതിക്രിയാം. ആദ്യം പദച്ഛേദം പറയാം. ആകർണയിതും ഇച്ഛാമി ഗോപനീയം ന ചേദ് ഇദം യദി തത് പ്രതികർത്തവ്യം കരിഷ്യാമ പ്രതിക്രിയാം. വളരെ ലഘുവായിട്ട്, വളരെ ലളിതമായിട്ട്, വളരെ പരിഗണനയോട് കൂടിയിട്ട് കംസനെ പരിഗണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നാരദൻ. ഇതം ഗോപനീയം ന ചെയ്ത് ആകർണയിതും ഇച്ഛാമി. കംസനോട് പറയാണ്, ഈ ഒരു വൈമനസ്യത്തിൻ്റെ കാര്യമുണ്ടല്ലോ, വൈമനസ്യത്തിനൊരു കാര്യമല്ല കാരണം, എന്തുകൊണ്ടാണ് അങ്ങിങ്ങനെ വിഷണ്ണനായിട്ടിരിക്കണത് എന്നുള്ളതിൻ്റെ കാരണം ഗോപനീയം ന ചെയ്ത്, അത് മറയ്ക്കാനുള്ളതൊന്നും ഇല്ല എങ്കിൽ എന്നോട് പറയാമെന്നുണ്ടെങ്കിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് പറയാൻ പാടില്ല, എനിക്കത് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് പറയാൻ പാടില്ലാത്ത ഒന്നാണ് എന്നാണെങ്കിൽ പറയണ്ട. അതല്ല, മറയ്ക്കാനൊന്നും ഇല്ലാത്തതാണ്, പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതാണ് ഗോപനീയം ന ചെയ്ത്. ഗോപനീയം എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കേണ്ടതല്ല എന്നാണെങ്കിൽ ന ചെയ്ത് ആകർണയിതും ഇച്ഛാമി, എനിക്കത് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് അങ്ങയുടെ വിഷമത്തിന് കാരണമെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതാണ് ചോദിക്കണത്. ഗോപനീയം ന ചെയ്ത് ആകർണയിതും ഇച്ഛാമി. അതെന്തിനാണ് ഞാൻ ചോദിക്കണത് എന്നുള്ളത് നാരദൻ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. യദി പ്രതികർത്തവ്യം പ്രതിക്രിയാം കരിഷ്യാമ. ഇനി ആ ഒരു ദുഃഖത്തിന് യദി പ്രതികർത്തവ്യം, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ, പ്രതികർത്തവ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ദുഃഖം, അതെങ്ങനെയെങ്കിലുമൊക്കെ ഒരു മാറ്റാൻ പറ്റുമെങ്കിൽ, അതായത് കംസന് ചിലപ്പോൾ ഒരു വഴി തെളിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നാരദനോട് പറഞ്ഞാൽ നാരദന് ചിലപ്പോൾ ഒരു വഴി തോന്നുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കത് മാറ്റിത്തരാൻ പറ്റൂലോ. അതാണ് യതി പ്രതികർത്തവ്യം, എന്തെങ്കിലും പ്രതിക്രിയകൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എങ്കിൽ പ്രതിക്രിയാം കരിഷ്യാമഹ, ഞാനത് വേണ്ടതുപോലെ ചെയ്തു തരുകയും ചെയ്യാം. അതാണ് നാരദൻ പറയണത്. നാരദൻ സത്യത്തിൽ കംസനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇവിടുത്തെ കഥകളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നാരദൻ പറയാണ്, അങ്ങ് മനസ്സ് തുറന്ന് എന്നോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ പറയൂ, അതിനെന്തെങ്കിലും പരിഹാരം എന്നെ കൊണ്ടാവുമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രയോജനം. എന്നെ കൊണ്ടാവണത് എന്തെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ കംസൻ എന്താ ചെയ്തതെന്ന് പറയുകയാണ്. 13ാമത്തെ ശ്ലോകം നോക്കൂ. ഇത്യുദീരിതമാകർണ്യവചസ്തേന മനസ്വിന വാചം ഭോജേശ്വരഃ പ്രീതോ രഹസ്യേനമഭാഷത. ആദ്യം പദച്ഛേദം പറയാം. ഇതി ഉദീരിതം ആകർണ്യ വച തേന മനസ്വിന വാചം ഭോജേശ്വരഃ പ്രീത രഹസി ഏനം അഭാഷത. അപ്പോൾ ഇങ്ങനെ നാരദൻ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നത് കേട്ടപ്പോൾ കംസന് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. ഉള്ളത് അങ്ങോട്ട് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് പറയാൻ പുറപ്പെടുകയാണ്. തേന മനസ്വിന ഇതി ഉദീരിതം വച ആകർണ്യ. തേന മനസ്വിന, ആ മനസ്വിയായിട്ടുള്ള, മനസ്വി എന്ന് പറഞ്ഞാൽ പ്രശസ്തം മനഃ യസ്യ അസ്തി അസ്യ ഇതി മനസ്വി, നല്ല പ്രശസ്തമായിട്ടുള്ള മനസ്സോടുകൂടിയവൻ. എല്ലാവർക്കും മനസ്സുണ്ടാവും. മനസ്സുള്ളവരെ എല്ലാവരെയും ഒന്നും മനസ്വി എന്ന് വിളിക്കില്ല. പ്രശസ്തമായിട്ടുള്ള, വളരെ വിശിഷ്ടമായിട്ടുള്ള, വിശാലമായിട്ടുള്ള മനസ്സുള്ളവരെ മാത്രമേ മനസ്വി എന്ന് പറയുള്ളൂ. അപ്പോൾ ഇവിടെ നാരദനെ പറ്റിയിട്ട് കംസന് തോന്നിയതാണ്, ഇദ്ദേഹം ഒരു മനസ്വിയാണ്, നല്ല വിശാലമായിട്ടുള്ള, വിശിഷ്ടമായിട്ടുള്ള, പ്രശസ്തമായിട്ടുള്ള മനസ്സുള്ള ഒരാളാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. തേന മനസ്വിന ഇതി ഉദീരിതം, ഇപ്രകാരം ചോദിച്ചത്. വളരെ ചുരുക്കി, വളരെ ചെറിയ വാക്കുകളിലാണ് ചോദിച്ചത്. അത് കേട്ടിട്ട് ഇതി ഉദീരിതം വച ആകർണ്യ, ഇപ്രകാരം
ആ നാരദൻ്റെ വാക്കുകൾ കേട്ടിട്ട്, വളരെ വിശാലമനസ്കനായിട്ടുള്ള ആ നാരദൻ്റെ വാക്കുകൾ, വച ആകർണ്യ, ഉദീരിതം വച, വച എന്നുള്ളത് നപുംസകലിംഗ പദമാണ്. വചഹ വചസി വചാംസി എന്നാണ്. അതുകൊണ്ടാണ് ഉദീരിതം എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ട് പ്രീത ഭോജേശ്വര രഹസി ഏനം വാചം അഭാഷത. പ്രീത ഭോജേശ്വര, വളരെ സന്തുഷ്ടനായിട്ടുള്ള ഭോജേശ്വരൻ കംസൻ. അതായത് മഹർഷിയാണ് വന്നിരിക്കുന്നത്. മഹർഷി വന്നിട്ട് തൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി ചോദിച്ചു. എന്നിട്ട് അതിന് വല്ല പ്രതിവിധിയും വേണമെങ്കിൽ എന്നെ കൊണ്ടാവണതാണെങ്കിൽ ചെയ്തു തരാമെന്നും പറഞ്ഞു. അതൊക്കെ കേട്ട് വളരെ സന്തുഷ്ടനായി കംസൻ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അസുരന്മാരുടെ, രാക്ഷസന്മാരുടെ ഒരു ബുദ്ധിയില്ലായ്മ നമുക്കവിടെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള, അതുകൊണ്ട് വളരെ സന്തുഷ്ടനായി. ഇങ്ങനെ ഒരാൾ ചോദിക്കാനുണ്ടായല്ലോ എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ട് കംസൻ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് എന്തെങ്കിലും പ്രതിവിധിയൊക്കെ കിട്ടും എന്നുള്ള വിചാരത്തോട് കൂടിയിട്ട് രഹസി, വേറെ ആരും കേൾക്കാതെ, തൊട്ടടുത്തൊന്നും ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഏകാന്തത്തിലിരുന്നു കൊണ്ട് ഏനം വാചം അഭാഷത, ഏനം നാരദം, നാരദനോട് വാചം അഭാഷത, ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ചുറ്റുപാടും ആരും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നാരദനോട് കംസൻ തൻ്റെ മനസ്സിലുള്ളതായ ചില വിഷമങ്ങളെ പറ്റിയിട്ട് പറയാൻ തുടങ്ങുന്നത്. സത്യത്തിൽ നാരദൻ ഇതൊന്നും അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനെന്ന് വിചാരിച്ചിട്ടായിരിക്കണം വന്നിരിക്കുന്നത്. പക്ഷേ നാരദൻ്റെ വാക്കുകളുടെ ഭംഗി കാരണം ആ വാക്കുകളിൽ മയങ്ങിപ്പോയി കംസൻ. അതുകൊണ്ടാണ് കംസൻ എല്ലാം തുറന്നു പറയാൻ പുറപ്പെട്ടത്. എന്താണ് പറഞ്ഞത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയാണ്. 14-ാമത്തെ ശ്ലോകം നോക്കൂ. വധം തേ ദേവകീ ഗർഭോ വിധാസ്യതി വിശാംപതേ ഇതി വൈഹായസീ കാചിന്മയാശ്രാവി സരസ്വതീ. ആദ്യം പദച്ഛേദം പറയാം. വധം തേ ദേവകീ ഗർഭ വിധാസ്യതി വിശാംപതേ ഇതി വൈഹായസീ കാചിത് മയാ അശ്രാവി സരസ്വതി. കംസൻ പണ്ടുണ്ടായൊരു സംഭവത്തിനെ പറ്റിയിട്ട് നാരദനോട് പറയുകയാണ്. കുറച്ചു കാലം മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. എന്താണത്? വിശാംപതേ, വിശാംപതേ, ഈ ലോകത്തിൻ്റെ മുഴുവനും അധിപതിയായിരിക്കുന്ന, എല്ലാ സമ്പത്തുക്കൾക്കും ഉടമയായിരിക്കുന്ന, വളരെ ശ്രേഷ്ഠനായിരിക്കുന്ന രാജാവായിരിക്കുന്ന കംസ, വിശാംപതേ, അങ്ങയോട് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. നമുക്കറിയാലോ, ദേവകിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ദേവകിയുടെ, ഇവിടെ പറയണത് ദേവകിയെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോഴാണ്. വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു പൂന്തോട്ടത്തിൽ, ഉദ്യാനത്തിൽ ഇരുന്നു കൊണ്ട് വ്രതം നോറ്റിരിക്കുന്ന ദേവകിയെ കാണാൻ പോയപ്പോഴാണ് തനിക്ക് ഈ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ ജനിക്കുന്ന മകൻ തന്നെ വധിക്കുമെന്നുള്ള ഒരറിയിപ്പ് കിട്ടിയത്. മറ്റേ നാരായണീയത്തിലും ഭാഗവതത്തിലൊക്കെ പറയണത്, വിവാഹത്തിന് ശേഷം ദേവകിയെയും കൊണ്ട് രഥത്തിലേറ്റി കൊട്ടാരത്തിലേക്ക് പോകുമ്പോഴാണ് വസുദേവനും ദേവകിയും കംസൻ സ്വയം അവരുടെ സൂതനായിട്ട്, സാരഥിയായിട്ട് പോകുമ്പോഴാണ് ഈ വാക്കുകൾ കേട്ടതെന്നാണ്. എന്തായാലും ദേവകിയുടെ പുത്രൻ തന്നെ കൊല്ലും എന്നുള്ള വാർത്തയാണ് അന്ന് കേട്ടത്. അതുതന്നെയാണ് ഇവിടെ പറയണത്. ദേവകീ ഗർഭ, ദേവകിയുടെ ഗർഭത്തിൽ പിറക്കാൻ പോകുന്നവനായ പുത്രൻ, തേവധം വിധാസ്യതി, ആ പുത്രൻ തേവധം, നിന്നെ കൊല്ലും എന്ന്. അതാണ് വധം വിധാസ്യതി ഇതി. ഇങ്ങനെ ഒരു വാചകം, അത് പണ്ടൊരിക്കലുണ്ടായൊരു സംഭവമാണ്. ഇതി മയാ കാചിത് വൈഹായസി സരസ്വതി അശ്രാവി. മയാ എന്നാൽ, കാചിത് വൈഹായസി സരസ്വതി. വൈഹായസി എന്ന് പറഞ്ഞാൽ വിഹായസിൽ നിന്നും, വിഹായസ ഇയം വൈഹായസി, ആകാശത്ത് നിന്ന് കേട്ടതാണ് സരസ്വതി വാക്ക്. അതായത് ഒരു ആരാണ് പറഞ്ഞതെന്ന് അറിയാത്തതായ ഒരു അശരീരി, അതാണ് കേട്ടത്. അതാണ് വൈഹായസിയും വാണിയും ഏനമശിശ്രവ എന്നുള്ള നാരായണീയത്തിലെ വരി. അത് തന്നെയാണ് ഇതും. ആ ആകാശത്ത് നിന്ന് ആരാണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് കാചിത്, വളരെ അത്ഭുതകരമായിട്ടുള്ള, വളരെ ഭീതിജനകമായ, പേടിപ്പെടുത്തുന്നതായിട്ടുള്ളൊരു വാക്ക്. എത്ര ശക്തിയുള്ളവനും എത്ര ധൈര്യമുള്ളവനായാലും നിന്റെ മരണം അടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആർക്കായാലും പേടിയാവും. പ്രത്യേകിച്ച് സ്വന്തം സഹോദരിയുടെ മകൻ വന്ന് വധിക്കുമെന്നൊക്കെ പറയുമ്പോൾ അതിൽ ദുഃഖവുമുണ്ട്, അതുപോലെ തന്നെ പേടിയുമുണ്ട്. അങ്ങനെ പല വികാരങ്ങളുമുണ്ട്. അതൊക്കെ കൂടി കേട്ടു ഞാൻ എന്നാണ്
ആദ്യമായിട്ട് നാരദനോട് തൻ്റെ മനസ്സിലെ ആ കാലുഷ്യത്തിനെ പറ്റിയിട്ട് തുറന്ന് കംസൻ പറയണത്. അതാണ് കാചിത് വൈഹായസീ സരസ്വതി, ആകാശത്തു നിന്നുള്ള ഒരു അശരീരി വാക്ക്, അശ്രാവി മയാ അശ്രാവി, എന്നാൽ കേൾക്കപ്പെട്ടു. അതാരാ പറഞ്ഞതെന്നറിയില്ല. ദേവകിയുടെ പുത്രൻ നിന്നെ വധിക്കും എന്നുള്ളത് ഞാൻ കേട്ടു എന്നാണ് ഇവിടെ. അതാണ് ദുഃഖത്തിൻ്റെ കാരണമായിട്ട് പറഞ്ഞു തുടങ്ങുന്നത്. നമുക്ക് ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ആകർണയിതുമിച്ഛാമി ഗോപനീയം ന ചേദിദം യദി തത് പ്രതികർത്തവ്യം കരിഷ്യാമഃ പ്രതിക്രിയാം ഇത്യുദീരിതമാകർണ്യവചസ്തേന മനസ്വിനാ വാചം ഭോജേശ്വരഃ പ്രീതോ രഹസ്യേനമഭാഷത വധന്തേ ദേവകീ ഗർഭോ വിധാസ്യതി വിശാംബതേ ഇതി വൈഹായസീകാ ചിന്മയാശ്രാവി സരസ്വതി. ഇവിടെ ദേവക്യാഹ ഗർഭ, ദേവകീ ഗർഭ എന്ന് പറഞ്ഞതുകൊണ്ട് ദേവകിയുടെ ഗർഭം എന്നല്ല, ഗർഭം എന്നുള്ളത് കൊണ്ട് അവിടെ പുത്രൻ എന്ന് തന്നെയാണ് അർത്ഥം. ദേവക്യാഹ ഗർഭ അർഭക എന്നുള്ള അർത്ഥമാണ്, അതായത് കുട്ടി. ദേവകിയുടെ ഗർഭത്തിൽ ജനിക്കുന്നവനായ പുത്രൻ അങ്ങയെ വധിക്കും എന്നുള്ളൊരു അശരീരിയാണ് കേട്ടത്. ഇനി ബാക്കി എന്തൊക്കെയാണ് പറയാൻ പോണതെന്നുള്ളത് അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഈ 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.